അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് സിനിമയിൽ. കാസ്റ്റിംഗ് കൗച്ചും സിനിമയിലുണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷെ നമ്മളെ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്ത് കാര്യത്തിലും. അത് സിനിമയായാലും സിനിമയുടെ പുറത്തായാലും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്, അല്ലെ? 100% ഞാൻ യോജിക്കുന്നു. കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഹണി റോസിനെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, തീർച്ചയായിട്ടും. മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. കാസ്റ്റിംഗ് കൗച്ച് ഒരു റിയാലിറ്റി ആണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അതില്ലാതെ തന്നെ നമുക്ക് മലയാള സിനിമയെ പിടിച്ചിരിക്കാൻ പറ്റും. അതാണ് എന്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഈ സീറ്റിൽ ഞാനിപ്പോ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. അങ്ങനെ എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ, അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, ചിരിയൊക്കെ വെച്ചോണ്ടും പക്ഷെ ഉള്ളിൽ ഒരു കരച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ കാര്യത്തിലൊന്നുമല്ലോ. ഇതൊന്നും വലിയ സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ പഠിക്കാൻ വലിയ സംഭവം അല്ലെങ്കിലും എന്തെങ്കിലും ജോലി നോക്കും. ഒരു മാവേലിയാണെങ്കിലും നമ്മുടെ കയ്യിൽ ചില വിദ്യകളൊക്കെ ഉണ്ട്. പഠിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ പഠിക്കും, അത് വേറെ കാര്യം. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.